എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് നോക്കൂ, നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? ബീഹാറിലാണ് നമ്മളുള്ളത്. യെസ് ഗൈസ്, നമ്മളിപ്പോൾ ബീഹാറിലാണ്. പക്ഷെ ബോർഡർ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് നമ്മളിങ്ങനെ അറിഞ്ഞില്ല. ഗൈസ്, നമ്മൾ ഫൈനലി ബീഹാർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ യാത്രയുടെ നമ്മുടെ അടുത്ത സംസ്ഥാനമായ എവിടെ എത്തി ലിവിന്? ബീഹാറിൽ ഞങ്ങൾ എത്തി. അവിടെ ആർട്ടും ഇങ്ങനെ കൈ നീട്ടിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞ ഇവിടെ ബീഹാറിലെത്തിയെന്ന്. യെസ് ഗൈസ്, നോക്കൂ, അങ്ങനെ നമ്മൾ സിലിഗുരിക്ക് യാത്ര തുടങ്ങുകയാണ്. ഇനി അങ്ങനെ വലിയ കിലോമീറ്റർ സംഭവങ്ങളൊന്നുമില്ല, വെറും 400 കിലോമീറ്റർ. 400 കിലോമീറ്റർ മാത്രം വേണം. 402 കിട്ടാം. നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഇച്ചങ്ങ് മാറ്റി വെച്ചാലോ? യെസ് ഗൈസ്, നോക്കൂ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബീഹാറിലെ ചിത്രക്കോലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ബീഹാറും ജാർഖണ്ഡിൻ്റെയും അതിർത്തി ഗ്രാമമായ ചിത്രക്കോലി എന്ന് പറയുന്നത്. ഈ ചിത്രക്കോലിക്ക് കുറേയധികം പ്രത്യേകതയുണ്ട്. ഒരു ഫോറസ്റ്റ് ആണ് അതിർത്തി കൊള്ളുന്നത്. യെസ് ഗൈസ്, നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ജാർഖണ്ഡ്, ഒറീസ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ബീഹാർ, ഒഡീഷ, അതായത് കേരളം, തമിഴ്നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും തന്നെ ഈ കാണുന്ന തൊട്ട് പോയിക്കണ്ട ധാബ, ഇതൊരു ധാബ കേട്ടോ. ആ ധാബയിലൊക്കെ കള്ള് കിട്ടും. എന്ത് സാധനം സുലഭം, ലോക്കൽ ബീർ കിട്ടും. എന്നുവെച്ചാൽ ലോക്കലായിട്ട് വാച്ച് ഉണ്ടാക്കും. അതായത് റൈസ് ബീർ കിട്ടും. അതേപോലെ തന്നെ നല്ല ചാറും കൊണ്ടുള്ള വാച്ച് കിട്ടും. നമുക്ക് വേണേൽ അടിച്ച് വേണേൽ അവിടെ തലസമാധാനത്തിൽ കിടക്കുകയും ചെയ്യാം അല്ലേ? ഇതൊരു പഴയ കട കേട്ടോ. അതായത് ടിൻ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കടകളാണ് ഈ കാണുന്നത്. അത് നമ്മൾ നിൽക്കുന്ന സ്ഥലം വളരെ സെറ്റപ്പാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെയൊക്കെ വേറെയും കുറച്ച് കടകളും സംവിധാനമൊക്കെ ഇവിടെയും കാണുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലം മൊത്തം ചുറ്റിനും മലയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ഒരു ഏരിയയാണ് ഈ ചിത്രക്കോലി എന്ന് പറയുന്ന സ്ഥലം. അതായത് ഫുൾ നെൽപ്പാടങ്ങളാണ് സുഹൃത്തുക്കളെ. ചിത്രക്കോലിക്ക് പ്രത്യേകത ഉണ്ട്. ഇവനെ 4 സൈഡും മലയാണ്. അതിന്റെ നടുക്കൊരു ഗ്രാമം. അങ്ങനെയാണ് ചിറ്റൂർ ഇതെന്ന് ഈ സ്ഥലപ്പേനെ അറിയപ്പെടുന്നത്. കോലി അവൻ്റെ നിന്ന് പോയിട്ടോ ചിറ്റൂർ വരെ എത്തി. ചിറ്റൂർ കുറച്ചുകൂടെ കഴിഞ്ഞ് ചീ മാത്രം. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വാഹനത്തിലേക്ക് കയറാട്ടോ. ഗൈസ്, അതായതുണ്ടല്ലോ, ഇവിടുത്തെ വീടുകൾ നമ്മൾ നോക്കാൻ നേരത്തെ എങ്ങനെ തോന്നും? അതായത് ഇവിടുത്തെ വീടുകൾക്ക് കുറെ പ്രത്യേകതയുണ്ട്. അത് ഏവി പറയുന്നതായിരിക്കും. അപ്പോൾ അവൻ അറിയത്തില്ല. ഗൈസ്, ഇവിടുത്തെ വീടുകൾ നമ്മൾ നോക്കാൻ നേരത്തെ തേക്കാതെ പോലത്തെ തോന്നും. അതായത് ഇവിടെ തേച്ച വീടിന് ഒരു ടാക്സും തേക്കാത്ത വീടിന് വേറൊരു ടാക്സുമാണ്. അതുകൊണ്ടാണ് ഇവരൊന്നും വീട് തേക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വീടിന് ഉൾവശമൊക്കെ തേച്ച് നല്ല അടിപൊളി വൃത്തിയുള്ള വീടാണിത്. യെസ് ഗൈസ്, നോക്കൂ, ഈ കാണുന്നതിൻ്റെ തൊട്ട് സൈഡിലൊക്കെ മൊത്തം നെൽപ്പാടങ്ങളാണ്. എന്താ നെൽ നോക്കിയേ, ഫുൾ അതായിട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഇത്ര നേരം മലയും കുന്നും കയറ്റവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ വണ്ടിക്ക് മാത്രമൊന്നുമില്ല, പോകുന്ന വണ്ടിക്ക് എല്ലാം ക്ലച്ച് തരുന്നുണ്ട്. നേരത്തെ എന്തോ ഒരു അപരാധങ്ങൾ അവർ പറഞ്ഞുണ്ടാക്കിയ എന്താ കർത്താവിശ്വ കേൾക്കുന്ന കൂടുതൽ ഞാൻ കേട്ടെന്ന് ഒരു ഇച്ചിരി ക്ലച്ച് കത്തിയപ്പോൾ. ക്ലച്ച് അല്ല കത്തിയത്, ലൈനറാണ് കത്തിയതാണ്. പിണ്ടി കിടക്കുമ്പോൾ മേക്രോ എന്ന് കിടക്കുന്ന കാണാം. അതിനകത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വാഹനം. അതായത് രാവിലെ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം വെച്ചു, കുളിച്ചു, പല്ല് തേച്ചു, വണ്ടിക്ക് റേഡിയേറ്റർ എണ്ണയുണ്ടോന്ന് നോക്കി, ഓയിൽ ഉണ്ടോന്ന് നോക്കി, എല്ലാ കാര്യങ്ങളും നോക്കി. റേഡിയേറ്ററിന്റെ അകത്ത് ഉദ്ദേശിച്ച മറ്റേ സാധനത്തിന്റെ പേരായിരുന്നു പറയാം. അതായത് എപ്പോഴും രാവിലെ തന്നെ നമ്മുടെ ചെറുക്കന് ഈ JC കൊണ്ട് മണ്ണ് വാരണം. അപ്പം മണ്ണ് വാരി അതുകൊണ്ട് അവനെ പിടിച്ച് വണ്ടി കയറ്റി കഴിഞ്ഞാൽ വണ്ടി മൊത്തം മണ്ണായി. അങ്ങനെ വണ്ടി വൃത്തിയാക്കി. ഒരു കേസുണ്ട്, കൊച്ചിന്റെ JCB അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി. അയ്യോ, എന്ത് ചെയ്യുക? തിരിച്ചു പോയാൽ ബീഹാർ ചെക്ക് പോസ്റ്റ് നമ്മൾ എടുത്തോന്ന് വെച്ചേ. ഗൈസ്, എൻ്റെ ഭാര്യ വാഹനമൊക്കെ ക്ലീൻ ആക്കി എല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ എല്ലാം റെഡിയായി. അപ്പൻ രാവിലെ തന്നെ ഭക്ഷണം വെച്ചു. മിസ്റ്റർ മകനാണ് വെച്ചത് രാവിലെ. അപ്പനും മോനും ഡുണ്ടുണ്ടുമായി. എന്നിട്ട് മോനെ ഭക്ഷണം വെച്ചു. നമുക്ക് ടൈമില്ല. കുറച്ച് നേരത്തേക്ക് വാഹനം എടുക്കുവാണ്. ബീഹാറിൽ കുറച്ച് ഓടിക്കാവുള്ളൂ. ഓക്കെ, ഞങ്ങളിവിടെ 2 ഡ്രൈവർമാരുടെ വെയിറ്റിംഗ് ആണ്. ഒരു ഡ്രൈവർ ഇതാ നിൽക്കുന്നു. അതെ, നമസ്കാരം. ഒരു ഡ്രൈവർ ഇങ്ങോട്ട് നിന്ന്. അങ്ങനെ ഓരോരുത്തരായിട്ട് വെയിറ്റിംഗ് ആണ്. എന്റെ ഡ്രൈവർ ചേട്ടൻ സൈക്കിളും ചവിട്ടി പോകുന്നത്. ആ വണ്ടിയാണ് സൂപ്പർ, ആരും പിടിക്കൂല. രാവിലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ സൈഡ് ബോർഡ് ലൈറ്റ് കാണിക്കാൻ വേണ്ടി പോയിട്ട് വെറുതെ കാശ് ചെയ്തില്ല, പണി നടന്നില്ല. ഇവരെന്ന് വെച്ചാൽ അടിയിലൊന്നും നോക്കൂല, വെറുതെ ഫ്രണ്ടിലെ ഫ്രീസ് പോയില്ലേ നോക്കും. എന്നോട് പറഞ്ഞു എന്നാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ വേണമെന്ന്. ഇതേപോലെയുള്ള ധാബകളാട്ടോ കൂടുതലും. ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ ധാബകളായിരുന്നു. ഇവരെന്താ റോഡിന്റെ ഇങ്ങോട്ട് വെച്ചാക്കുന്ന അറിയാം വണ്ടികള്. ഇവരുടെ വണ്ടികൾ ഈ മറ്റേ വെള്ളം പോകാതെ എന്തായാലും അത് കയറി പോകില്ല. അതുവരെ കട ഭയങ്കര തിരക്കായിരിക്കും. എടാ ലിബിനെ, ആർട്ട് ബ്ലൂ നിറയ്ക്കാൻ വേണ്ടി എടാ എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞ വണ്ടി ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം, വണ്ടി അടയ്ക്കാതെ പുറത്ത് കള്ളന്മാരുണ്ടെന്ന് കേട്ടോ. ആരാ പറഞ്ഞേ? നേരത്തെ നമ്മൾ നിർത്തിയിട്ട സ്ഥലത്തു നിന്ന് ഹോട്ടലിൽ ചെയ്താ. ഓ ചൊല്ലോന്ന് ചതായേ. ഗൈസ്, ബീഹാറിലേക്ക് വന്നപ്പോഴേ മൊത്തത്തിൽ മാറി കേട്ടോ.
മൊത്തം പച്ചപ്പും വളരെ സാധാരണ രീതിയിലുള്ള വീടുകളാട്ടോ ഏറ്റവും കൂടുതൽ. പിന്നെ ഇവിടെ കൃഷിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. സത്യം. അത് ഇവിടെ ഒന്നും പണിത പൈസ ഇല്ലടാ ലിബിനെ. ഇവിടെ എനിക്ക് തോന്നുന്നു 300-350 രൂപ ഒരു ദിവസത്തെ കൂലി തന്നെ ഇവിടെ ഉണ്ടെന്ന്. ഇന്നലെ നമ്മളെ പെട്രോൾ പമ്പിൽ നിന്ന് പയ്യനോട് ചോദിച്ചു, അവന് ആകെ ഉള്ളത് 6000 രൂപ ഒരു മാസം. 6000 രൂപ ഒരു മാസം. ഇതേ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധാരണ കട കണ്ടോ ഗൈസ്. അതായത് 53 കിലോമീറ്റർ ഇതുപോലുള്ള റാസ്തയാന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ 53-ന്റെ അകത്ത് നമ്മളൊരു 15 കിലോമീറ്റർ ഓടി. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 35 കിലോമീറ്റർ റാസ്തയും കൂടെ നമ്മൾ കടലിൽ കൂടെ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. നമ്മൾ റോട്ടിൽ കൂടി ഓടിയാൽ മതി. ഈ റോഡിന് നടുക്ക് ഇന്നലെ മുതൽ നമ്മൾ കാണുന്ന ഒരു സംഭവം ഈ പശു ഭയങ്കര ഡേഞ്ചറാ കേട്ടോ. പശുവിനും അഴുക്കാണ്, വണ്ടിക്കാർക്കും അഴുക്കാണ്. അതാ ലിബിനെ, നമ്മൾ അറിയാതെ എങ്ങാനും പെട്ടെന്നേ അപ്രതീക്ഷിതമായിട്ട് സ്പീഡിലൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ പെട്ടുപോകും. പക്ഷെ വേറെ കാര്യമുണ്ട് ഇവനെ, റോട്ടിലായാലും നാട്ടിലായാലും മൃഗങ്ങൾക്കാണ് മനുഷ്യനേക്കാളും വില. അതെ പൊന്നെ. ഇതിപ്പോ മൂന്നാമത്തെ നമ്മൾ കാണുന്നത്. ഇതിപ്പോ ഒന്ന് കിടക്കുന്നു. ഇന്നലെ വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ടല്ലേ. ഇപ്പൊ സംഭവിച്ചവനെ ഇന്ന് രാവിലെ വേറെ ഒരെണ്ണം കണ്ടു. ഇതിപ്പോ ഉള്ള മണ്ണ് മൊത്തം എടുത്ത് മാറ്റിയാലോ, പാറയുടെ വേസ്റ്റാ, ഈ മണ്ണ് മൊത്തം എടുത്ത് മാറ്റിയാലോ ആ വണ്ടി പൊക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ട്രെയിലർ പോയുള്ളൂ കേട്ടോ. ട്രെയിലർ പോയതേ ഉള്ളൂ. ജില്ല ചോദിച്ചേട്ടാ, ട്രെയിലർ ഊരിപ്പോയി. മറ്റേ ഇതിനൊന്നും പറ്റിയില്ല. വീല് ജാം പോയിട്ടാ. ചേസ് പോയി. ചേസ് ബെൻഡായി പോയി. ചേസ് ബെൻഡായി പോയി. ഊരിപ്പോകാൻ കാരണം ചേസ് ബെൻഡാ പോയി. ഇനി അത് ഒരിക്കലും ചൊവ്വാവൂല. ഇനി ആ വണ്ടി കേരളത്തിലോട്ടോ നോർത്തിലോട്ടോ വരും. അതായത് ഈ ചേസ് ബെൻഡായി പോയി കഴിഞ്ഞാൽ 10 പൈസക്ക് കൊള്ളൂല കേട്ടോ. അതായത് നമ്മുടെ വണ്ടിയുടെ ചേസ് ബെൻഡാവോ, അതുപോലെ നമ്മുടെ ടയറിന്റെ അടിയിൽ കൂടെ മറ്റേ സാധനം വരുന്നത്. അതായത് നമ്മുടെ വണ്ടിയുടെ ടയറിന്റെ അടിയിൽ കൂടെ വരുന്ന സാധനം, അതിന്റെ പേര് പറയാ. ടയറിന്റെ അടിയിൽ കൂടെ വരുന്ന വയർ വരും, കമ്പി വരും, നൂല് വരും. അല്ല ജീവിച്ചേട്ടാ, മറ്റേ സാധനത്തിന്റെ പേരിനെങ്ങനെ അല്ല ജീവിച്ചേട്ടാ, ഇങ്ങനെ ഒരു സാധനം വരില്ല. എല്ലാരും അതിന് അടി കിട്ടി കഴിഞ്ഞാൽ വണ്ടിയുടെ അലോമെന്റ് ഒരു സാക്ഷി ഇങ്ങനെ ഇതുണ്ടോ അടുത്തുണ്ടോ. ദൈവമേ, നമ്മളിങ്ങനെ വളവാണ്. ഈ വളവിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കി ഓടിച്ചില്ല എന്നെ സംഭവിക്കാൻ. ഇതുണ്ടോ വളവാ. ഇതിന്റെ ഒരു വെയിലാണ് ഈ പശു കിടന്നത്. അപ്പൊ എന്നെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്നേ. നമുക്കിത് കറക്റ്റ് മനസ്സിലായില്ല. പണി പാടിപ്പോ. എന്നെ പോലുള്ള എക്സ്പീരിയൻസ് ഡ്രൈവർമാർ അത് മുൻകൂട്ടി കണ്ടോടിക്കും. സാധാരണയിൽ സാധാരണക്കാരെ ആൾക്കാരുടെ വീടുകളാട്ടോ ബീഹാറിലെ. വളരെ സാധാരണ വീടുകൾ. പിന്നെ ഇന്ത്യയിലെ GDP-യില് പിടിച്ചു നിർത്തുന്ന സ്റ്റേറ്റുകളിൽ ഒരു സ്റ്റേറ്റാണ് ഇത്. കൃഷിയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഉപജീവനം. ഇന്ത്യയുടെ GDP-യുടെ എത്രയാ 10% കണ്ടും ഈ കൃഷിയുടെ ഈ പൈസയും കൊണ്ടാണ് വരുന്നത്. ആണോ? ഇതുണ്ടോ വളരെ സാധാരണക്കാരെ ആൾക്കാർ കേട്ടോ. വീടിനോട് ചേർന്ന് തന്നെ കന്നുകാലി, ആട്, അതുപോലുള്ള സംവിധാനം. വെൽക്കം ടു ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ്. പിടിച്ചു, കാശ് പോയി. അതെ ഇങ്ങനെ കയറ്റണം വണ്ടി. ഇതുണ്ടോ നമ്മൾ വണ്ടി കയറ്റണം. ഇത് GST വരുന്നതിന് മുന്നേ ഇങ്ങോട്ടൊക്കെ കയറ്റിയിട്ട് പോണായിരുന്നു. GST വന്നാൽ പിന്നെ അങ്ങനെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഓടി അങ്ങനെ ഒരു വീടുന്ന പൈസക്ക് വേണ്ടി. അതായത് ലിവിനെ, ഈ മധ്യപ്രദേശിനെയും അതുപോലെ തന്നെ മഹാരാഷ്ട്രനെയും വെച്ച് നോക്കാൻ നേരത്തെ ഈ റൂട്ട് വലിയ പ്രശ്നമില്ലാത്ത റൂട്ടാണ്. ഇവർക്ക് പൈസക്ക് അത്ര ആക്രാന്തമില്ല. അത് പിടിച്ചു കഴിഞ്ഞാൽ 100 രൂപ കൊടുത്താൽ മതി, അല്ലെ 200 രൂപ കൊടുത്താൽ മതി. ആ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പൊന്നുമാർക്ക് 20,000-ലും 5,000-ലും കുറഞ്ഞ ഒന്നും അവർക്ക് സംഖ്യ അറിയത്തില്ല. സത്യം. 150 കിലോമീറ്റർ പാറ്റ്ന, അങ്ങനെ 4 വരിപ്പാത കിട്ടി. 152 കിലോമീറ്റർ പാറ്റ്ന, അങ്ങനെ നമുക്ക് 4 വരിപ്പാത കിട്ടിയിരിക്കുകയാണ്. നമ്മൾ NH-20 കൂടി കേട്ടോ ഇവനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. ഇത്ര നേരം വരെയോ? ഇത്ര വരെ നമുക്ക് NH-19 19. ഈ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര രസമാണ് ഇവർ വീടുകൾ കാണാൻ വേണ്ടി. ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ മൊത്തത്തില്. തേക്കാത്ത ചുടുകട്ടകൾ കൊണ്ടുള്ള വീടല്ലേ ഇതിനെ. തേക്കാത്ത ചുടുകട്ട കൊണ്ടുള്ള വീടും അതിന്റെ അകത്തുള്ള സ്കൂളും എല്ലാം എന്ത് രസമാണെന്നറിയാമോ. ഇടയ്ക്ക് എന്റെ നാക്കൊന്ന് വിളിക്കായിരുന്നേ. ഞാൻ ഏറ്റെടുത്തല്ലോ അത്. ഇത് കണ്ടോടാ, ചില ബിൽഡിങ്ങുകളൊന്നും പൂർത്തിയായിട്ടില്ല പണിയല്ലേ. അവർക്ക് പൈസയുടെ ടൈറ്റ് ആണ് തോന്നുന്നത്. നമ്മൾ അവിടെ നിന്നൊക്കെ പറഞ്ഞ 4 വരയില് സ്ഥലത്തിന് ഭയങ്കര വിലയും കച്ചവട സ്ഥാപനവും ഒക്കെ ഭയങ്കര ആയിരിക്കൂലേ. ഇവിടെ എന്ന് വെച്ചാൽ 4 വരയിലായിരുന്നു. വീടും വെക്കൂല, ഒരു സാധനം വെക്കൂല. കാര്യം വെച്ചാല് എപ്പോഴാണ് ഇത് 6 വരിന്ന് ആർക്കും അറിയത്തുണ്ടാവില്ല. ഇത് ദാബയാണ്. ഈ കാണുന്ന ദാബയാണ്. ഈ കാണുന്ന പശുവാണ്. നോക്കിയിട്ടുണ്ട്. ഈ കാള എടോ കാള. ഇത് നോക്കിയ പശുത്തൊഴുത്ത് നോക്കിയേ. പശുത്തൊഴുത്ത് നോക്കിയേ. ഇത് മറ്റേ ഇതാ ബീഫ് ബഫലോ. ഇത് മറ്റേ ഇത് പോത്ത്.
ആ പോത്താട്ടോ. ഇവര് കണ്ടമാനം പോത്തിനെ വളർത്തുന്നുണ്ടോ പിന്നെ? അപ്പൊ പോത്തിനാണോ മറ്റേ ഇതിനാണോ മറ്റേ പാലുള്ള അതാ തീരുമാനം? അങ്ങനെ എരുമയ്ക്കാണ് പാല്. അമ്മ അപ്പൊ ആണിനും പെണ്ണിനും വേറെ വേറെ പേരാ? മെയിൻ്റെനൻസ് പണികൾക്ക് നിർത്തിയാക്കുന്നത്. പിന്നെ ദാബയും അല്ലെ ഇവിടെ ഇഷ്ടം പോലെ ദാബയുണ്ട്. രാത്രി വന്നാൽ 24 അവർ പട്ടണി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇവിടെ നമ്മള് ശരിക്കും നോക്കി നല്ല ദാബേൻ്റെ അത് കയറുവാണെങ്കിൽ നമുക്ക് ഒരു മാസം ഇവിടെ ജീവിക്കാൻ വേണ്ടി 10,000-3,500 രൂപ മതി. എടാ ഇവിടെ ബാത്റൂം ഇല്ല കേട്ടോ, എല്ലാം പറമ്പിലാ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആണുങ്ങൾക്ക് പറമ്പിലും പെണ്ണുങ്ങൾക്ക് ബാത്റൂമിൽ തരും. കാരണം 2 കുട്ടി ഡ്രൈവർമാർ വണ്ടിയിലുള്ള നിങ്ങൾക്കറിയാലോ. അതെ 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 അതെ. അപ്പൊ അവർക്ക് വണ്ടി എടുക്കാൻ സമയമായി. അവരമ്മ ഇപ്പൊ ഒന്നും ഓടിച്ചാക്കല്ലോ കേട്ടോ. അവരമ്മക്ക് രാത്രിയില് ലാസ്റ്റ് അവർക്ക് നിങ്ങൾ കൊടുക്കുകയില്ല, നിങ്ങൾ മാത്രം ഓടിക്കുക. അഭിരാമിക്ക് ടൗണ് അഭിരാമിയെ വണ്ടി ഓടിച്ച് പഠിക്കണ്ട കേട്ടോ. ഞങ്ങളൊക്കെ ഇന്ന് നാളെ പോയി യൂറോപ്പിലോട്ടൊക്കെ പോകും. ഇവര് തമ്മിൽ തർക്കം. ലിബിന് ഓടിക്കണം, ഇവക്ക് ഓടിക്കണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പിന്നെ എണ്ണി തീരുമാനിക്കും. അപ്പ ഇപ്പ എങ്ങനെ പറഞ്ഞേ? അപ്പ ഇപ്പ മലയ രാജ്യ പൂജ. ഞാൻ ഔട്ടായി. അടുത്ത് അല്ല പൊട്ട ആദ്യം പോയ ആള് ഓടിക്കണം. അങ്ങനെയല്ല, ആദ്യം പറഞ്ഞ ആൾ ഔട്ട്. നീ എണിക്കും. അപ്പ ഇപ്പ മലയ രാജ്യ പൂജ. ഞാൻ പോയി. അപ്പ ഇപ്പ മലയ രാജ്യ പൂജ. കള്ളക്കളി കള്ളക്കളി ഗൈസ്. അപ്പം ആദ്യം അഭിരാമി വണ്ടി എടുക്കാൻ പോവാണ്. അതിന് ശേഷം ലിപി എടുക്കും. ഈ കാണുന്നതാണ് വഴി. ഈ വഴി കൂടിയാണ് പോകേണ്ടത്. എങ്ങോട്ടാ? സിലിഗുരി. ഇത് കളിച്ചാലോ? ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെ. ഇതേ കുക്കർ പൊട്ടിട്ട് അഭിരാമിയുടെ കൈ ഉണ്ടോ നോക്കിയേ. എന്റെ കാലിന് വന്ന പോലെ മൊത്തം പൊളിപ്പ്. നമുക്ക് ഒന്നുകൂടി കളിച്ചാലോ? വണ്ടി എടുക്കാൻ പോവാണ്. നമ്മൾ ഈ കാണുന്ന NH20 കൂടെ പോവാൻ കേട്ടോ. സിലിഗുരിക്ക് ഇങ്ങനെ ഏകദേശം 484 കിലോമീറ്ററേ ഉള്ളൂ. അതിൽ ഏകദേശം ഒരു 200 കിലോമീറ്റർ ഞാൻ ഓടിക്കും, ബാക്കിയുള്ള കിലോമീറ്റർ ഇവിടെ ആരെങ്കിലും ഓടിച്ചോട്ടെ. ഓക്കെ ഫൈനലി നമ്മൾ അങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അങ്ങനെ ബീഹാറിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞ വിജനമായ റോഡാട്ടോ. ഏകദേശം നമ്മൾ ബോർഡറിൽ കൂടെ അല്ലേ പോകുന്നേ. ബോർഡർ കഴിഞ്ഞു. അല്ല, ബോർഡർ കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ഉള്ളൂ. അത് കാരണമാണ് ഇവിടെ അത്ര വികസനം ഇല്ലാത്ത. വികസനമല്ല, റോഡൊക്കെ നല്ല വണ്ടിയില്ല. നമ്മളെ ഞാനിപ്പോ ആലോചിക്കുന്നത് നമ്മള് അടുത്ത രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്ത് പോകുന്നല്ലേ കേട്ടോ. എന്ത് സുഖാന്നറിയാവോ? വണ്ടിയൊന്നും ഓടിക്കണ്ട, ഇവർ ഓടിച്ചോളും. ഇങ്ങനെ ഇരിക്കുക, ഓരോ സ്ഥലത്ത് ഇറങ്ങുക, കേറുക. ഇവരെല്ലാം കൂടെ എനിക്ക് പെൻഷൻ തരാൻ വേണ്ടി ഇരിക്കുക. ഗൈസ് മൈക്കിൾ ഉറങ്ങിപ്പോയിട്ടോ. ഉള്ള ബിൽഡിംഗ് വരെ എല്ലാം ഇങ്ങനെ തന്നെ തേക്കാതെ ഇട്ടേക്കുക. ഈ വലിയ വലിയ ആൾക്കാരുടെ വീടുകൾ മാത്രം തേച്ച് നല്ല സെറ്റപ്പ്, ബാക്കി എല്ലാം സിമെന്റ്. കണ്ടോടി അഭിരാമി? ഫ്രണ്ട് ഭാഗം മാത്രം തേച്ചിട്ടുണ്ട്, സൈഡും ബാക്കും ഒന്നും ഇവർ തേച്ചിട്ടില്ല. ലിപി പറയുന്ന പോലെ ടാക്സ് വെട്ടിക്കാനായിരിക്കാം. ടാക്സ് വെട്ടിയാണോ എന്ന് അറിയത്തില്ല. ഇവിടുത്തെ എന്തോ റൂളാണോ അഭിരാമി? നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല, എല്ലായിടത്തും ചുടുകട്ടയാണ് കൂടുതലും. അഭിരാമി, നമ്മുടെ അവിടുത്തെ പോലെ അല്ല. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് പുറം ഭാഗം തേച്ച് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം. അത് നികുതി, വീട് നികുതി. പുറം ഭാഗം തേച്ചിട്ടില്ലേ വീട് നികുതി കൊടുക്കണ്ട. അഭിരാമി ചേച്ചിയുടെ ആദ്യത്തെ ടോൾ ബൂത്ത് ആട്ടോ. കടത്തൂലേ? ചേച്ചിക്ക് പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം. അതൊക്കെ ഉള്ളു കേട്ടോ. ഫൈനലി അങ്ങനെ അഭിരാമി ടോള് കടത്താൻ വേണ്ടി പോവാണ്. എടി ഞാൻ റീചാർജ് ചെയ്തല്ലോ എന്ന് സംശയം കേട്ടോ. അത്യാവശ്യം 1000 രൂപ ഉള്ളൂ തോന്നുന്നു. 1000 ഉണ്ടായിരുന്നല്ലോ. 15 തീയതി മുതലല്ലേ? അല്ല, കുറച്ചും കൂടെ കയറ്റി നിർത്ത്. നിർത്ത്. ടോൾ ബൂത്ത് ഇടിക്കില്ലേ? ഇടിച്ചാ കാശ് പോയി. എന്ത്? പോട്ടെ. റൈറ്റ്. യെസ്, സക്സസ്. അതെ. ഹായ് അമിത്, സുഖമാണോ? വരുന്നുണ്ടോ? ടാറ്റാ.
ഇനി കേരളത്തിൽ കാണാം. ഡോള് കടത്തിപ്പിക്ക് വലിയ പേടിയൊന്നുമില്ല. ആ എന്നാലും ആദ്യം കയറുമ്പോ ഒരു ഭയം ഉണ്ടെങ്കിലും പിന്നെ ആ സംഭവം അങ്ങോട്ട് കറക്റ്റ് ആയതുകൊണ്ട് വലിയ ആദ്യം പേടി. ഭയമുണ്ട്, ആ പിന്നെ ഭയമില്ല. ഇല്ല, മൊത്തത്തിൽ ഭയമില്ല. മൊത്തത്തിൽ ഭയമില്ല. ആ അത് കൊള്ളാം. ആ എന്നിട്ട് പിന്നെ നമ്മൾ കടന്നല്ലോ, ആ. അപ്പൊ ഒരു മനസ്സുഖം കിട്ടി. അപ്പൊ മനസ്സിലും കിട്ടി. അതെ, ആ അത് കൊള്ളാലോ പരിപാടി. ഇതൊരു പ്രത്യേക രീതിയിലുള്ള സെറ്റപ്പ് ആട്ടോ. അതായത് ലിബിൻ എങ്ങനെയാ ലിബിൻ ഇത്? എനിക്കൊന്നുമില്ല, എങ്ങനെയാണ് അവിടെ എത്തിയാൽ മതി എന്നുള്ള ഫീലിംഗ് ഒരു പ്രശ്നമില്ല. ഇത് അപ്പുറത്തെ പോകുന്ന വഴി നോക്കിയേ, ഇതെന്നെ പോസ്റ്റാണ് ട്രാഫിക് ആൻഡ് ഇത് ഇവർ ഹൈവേയുടെ മറ്റേ ഇതാ ഇവനെ പോസ്റ്റ് ആയത്. സത്യം പറയുകയാണ്, ഒരു ടോൾ എന്ന് വെച്ചാൽ ഇത് പ്രൈവറ്റ് റോഡാണ്. ആ റോഡിലത്തെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ടോളുകാരാണ്. ആംബുലൻസ് വരെ നോക്കേണ്ട കാര്യം ടോളുകാരാണ്. ബീഹാറില് മഴ ഒട്ടും ഇല്ലല്ലോ. നമ്മൾ കയറിയ പിന്നെ മഴയേ ഇല്ല. പ്രളയമാന്ന് പറഞ്ഞിട്ട് അത്ര വലിയ മഴയെ സംബന്ധം കാണാനില്ലല്ലോ. പിന്നെ മഴയില്ല സത്യമായിട്ട് ഇവര് പറഞ്ഞ, പക്ഷേ ഇല്ലേ ബാരിഷുണ്ട് ഇവിടെ. ചില സ്ഥലങ്ങൾ ഇങ്ങനെ വിജനമായി ഇതേപോലെ കൃഷി മാത്രമായിട്ട് കിടക്കുക കേട്ടോ. വേറെ ഒരു സംഭവമില്ല. എത്ര കിലോമീറ്റർ നീളത്തിലാന്ന് നോക്കി ഇങ്ങനെ കിടക്കുന്നത്. അല്ലടി അഭിരാമി, അല്ലടി? അതെ അതെ അതെ, ഫുള്ളും കൃഷിയാണ് ഇവിടെ. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കൃഷിയിൽ തന്നെയാ കേട്ടോ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലെൻസ് തിരിക്കണോ? അല്ല 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 അല്ല, ഈ ഫോക്കസ്. ഫൈനലി ആ ലിവിൻ ഇവിടെ ഇങ്ങനെ മുട്ടി നിൽക്കുക കേട്ടോ. അതായത് ഓടിക്കാൻ വേണ്ടി തിരിക്കും. ആ ലിവിൻ ഇങ്ങനെ മുട്ടി നിൽക്കുക ഓടിക്കാൻ വേണ്ടി. എങ്ങനെയാലും അഭിരാമി ഇപ്പം ഡ്രൈവർ സീറ്റിൽ ഇറക്കണം. അതാണ് ലിവിന്റെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ്. കൂട്ടത്തിൽ വണ്ടി ഓടിക്കുന്നത് ശരിയല്ല. അത് ശരിയല്ല. ഗൈസ് ഫൈനലി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ കാണുന്ന ഹൈവേ കൂടിയാണ് പോകുന്നത്. ഇനി നമുക്ക് ഗൈസ് ഞങ്ങൾക്ക് ഇതിപ്പം ഞങ്ങളെല്ലാവരും റെസ്റ്റ് ചെയ്തിട്ടാണ് വേറൊരു പുള്ളിക്ക് ഓടിക്കാൻ. പക്ഷെ റെസ്റ്റ് ചെയ്യുന്നില്ല. പുള്ളി ഇപ്പോഴും അവിടെ തന്നെ റിസർവിലായിരിക്കുന്നത്. അല്ല പുള്ളിനെ വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോയിട്ട് 12 പേര് കഴിഞ്ഞ് 11 പേരാ ഇപ്പോഴും ഗ്രൗണ്ടിലിരിക്കുക. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ബാറ്റൊക്കെ എടുത്ത് വീശുന്നുണ്ട്, ബോളൊക്കെ എടുത്ത് എറിഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ കളിക്കാൻ ഇറക്കുന്നില്ല. ഇതിന്റെ ഉള്ളൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും തോന്നുന്നില്ലടാ. ആ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സെറ്റപ്പ് ആയിരിക്കും തോന്നുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരുടെ ഒരു രീതിയിലെ വീട് പണിയുള്ളത്. ആര് പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ല കേട്ടോ. ഇവർക്ക് ഇവരുടേതായ രീതിയുണ്ട്, ഇവരുടേതായ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും ഒരു കൾച്ചറൊക്കെ ഉണ്ട്. അത് വേറെ ആരെന്ത് വന്നു പറഞ്ഞാലും അവരവരുടെ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ. രീതി നമ്മൾ ഈ NH പോകുമ്പോണ്ടല്ലോ, നമുക്ക് 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ കിട്ടുട്ടോ. നമ്മുടെ എക്സ്പ്രസ് ഹൈവേയിലുള്ള പോലെ അതേ സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഇത് എക്സ്പ്രസ് വേ അല്ലടി. അല്ല, ഇത് അതെ ഉണ്ട്. പുതിയ രാജസ്ഥാൻ ആ വന്ന വഴി മറ്റേ പുതിയ എക്സ്പ്രസ് വേ കൂടെ നമ്മൾ കൊണ്ടുവന്നത്. ഇല്ല. പക്ഷെ നീ ഉറങ്ങായിരുന്നു, ഞാനായിരുന്നു കൂട്ടിയിരുന്നത്. അത് കാരണം എനിക്ക് എല്ലാം അറിയാം. ഞാൻ വിദേശ രാജ്യത്തോട് സഞ്ചരിച്ച വിദേശ രാജ്യങ്ങളായ ആഫ്രിക്ക, ഉഗാണ്ട, റഷ്യ, കേരളം. ഹെഡി അഭിരാമി, നമ്മൾ ഈ ഓടി പോകുന്ന റോഡ് നിനക്കറിയാവോ? ഇല്ല. ഇതാണ് റാഞ്ചി പാട്ന റോഡ്. റാഞ്ചി പാട്ന റോഡ് പാട്ന എത്തിയില്ലോ. 3-4 ദിവസമായി ഈ റാഞ്ചി പാട്ന വഴി പോകുന്നേ. 3-4 ദിവസമായി നമ്മൾ ഈ റാഞ്ചി പാട്ന വഴി പോകുന്നേ. ഈ കാണുന്ന നോക്കണല്ലോ, നമ്മുടെ ഹൈവേ അതോറിറ്റി പണിതിട്ടാക്കുന്ന ടോയ്ലറ്റും പിന്നെ സർവീസ് സെന്ററും പിന്നെ റെസ്റ്റ് ഏരിയ ഒക്കെയാ. പക്ഷെ മനുഷ്യന്റെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ. ഇന്ത്യയിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ നശിപ്പിക്കുന്നതാണ്. അവർക്ക് കറക്റ്റായി ശമ്പളം കിട്ടും, എല്ലാം കിട്ടും. അവരിത് നോക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? ഇവള് നിർത്തുന്നില്ല. ലിബിന് ഓടിക്കാൻ പറഞ്ഞിട്ട് കൊറേ ആ ട്രക്കിലേക്ക് നിർത്ത. എല്ലാവർക്കും വണ്ടിപ്രാന്ത്. അങ്ങോട്ട് ചേർത്ത് നിർത്തിക്കേ, വണ്ടിപ്രാന്ത്. ഗൈസ് ഫൈനലി അങ്ങനെ ലിബിൻ വണ്ടി ഓടിക്കുകയാണ്. ലിബിൻ ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഷോർട്സ് എടുത്ത് ലാസ്റ്റ് ലിബിനെ ഡ്രൈവിംഗ് സീറ്റ് കയറ്റിയിരിക്കുകയാണ്. ഫൈനലി നമ്മളങ്ങനെ ഇനിയിപ്പം വലിയ ദൂരമൊന്നും ഇല്ല പാറ്റ്നയിൽ നിന്ന് പിന്നെ അങ്ങോട്ടും വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ. സിലിഗുരിക്ക് നമ്മൾ ഏകദേശം എത്തിയായിരുന്നു. ഇനി ലാസ്റ്റ് ചൂടായി കിട്ടുന്ന കേട്ടോ. ഇനി അങ്ങോട്ട് തണുപ്പായിരിക്കും. ഇനി ഒരു ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. കോട്ടുണ്ടോ? കോട്ടില്ല, കോട്ട് മേടിക്കേണ്ടി വരും. പിന്നെ
എല്ലാവർക്കും എല്ലാ സാധനവും സ്പെയർ ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇനി വാങ്ങേണ്ടി വന്നാൽ തന്നെ നമുക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അല്ലല്ല പിന്നെ കത്തണല്ല മറ്റേ ഇത് നമുക്ക് ഓക്സിജൻ സിലിണ്ടർ മേടിക്കും. കാരണം അമിത്തിനൊക്കെ ചെറിയ ശ്വാസത്തിന് മുട്ടലിന്റെ പ്രശ്നം ഉണ്ടോന്ന്. അതെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ റെയിൻ ടെസ്റ്റിൽ ഇവൻ പാസ്സായില്ല. അല്ല ചെറിയ പിള്ളേരല്ലേ ഇവനെ, എക്സ്പീരിയൻസ് ഇല്ലല്ലോ. 20 വയസ്സല്ലേ ഉള്ളൂ. എനിക്ക് 28 വയസ്സായി. ആ അല്ല 28 വയസ്സായി ഈ ആഗസ്റ്റില്. ജൂണിൽ 28. എത്ര ജൂൺ കഴിഞ്ഞതിന് മുമ്പ് സത്യല്ലേ നമ്മുടെ യുവാക്കളുടെ അവസ്ഥ. ലിവിൻ ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. ആലോചിച്ച് നോക്കിയേ. അല്ല നിങ്ങൾ കേരള മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, ചാമറ മാട്രിമോണി, ജോഡി, കീടി, കൂടി എല്ലാത്തിനും കൂടെ ഒരു 10-25,000 രൂപ ഞാൻ കൊടുത്ത് മറ്റേ രജിസ്റ്റർ ചെയ്തു. ഒരു കാര്യമില്ല. കേൾക്കണം, ലിവിൻ ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കല്യാണം നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. ഏറ്റവും വലിയ കോമഡി ഈ ആൾക്കാർ പറയൂല, അതായത് ജോലിയും പിന്നെ അതും ഇതും ഒന്നും ഉണ്ടായിട്ടല്ലേ, സമ്പത്തിന്റെ പ്രശ്നം ഇതുകൊണ്ടൊക്കെ പെണ്ണ് കിട്ടാം. അതൊക്കെ വെറുതെ പറയുന്ന കേട്ടോ. ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ പെണ്ണ് കിട്ടാനില്ല. ഒന്നുമില്ല. ഞാൻ പിന്നെ എവിടെയും പരസ്യം കൊടുത്തിട്ടില്ല, എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല. അതല്ല ഏറ്റവും കൂടുതൽ കോമഡി. അതല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാനും ദീപിച്ചേട്ടനും കൂടെ 2 പേരെ വിളിച്ചു. അവരിങ്ങോട്ട് മാച്ച് ആവുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അല്ല റിസീവ് ചെയ്തെന്ന് പറഞ്ഞ. അപ്പൊ ഈ കുട്ടികളുടെ അമ്മമാരാണ് ഈ ഫോൺ എടുക്കുന്നത്. ആ ഫോൺ എടുത്ത് ചെക്ക് എന്നാ പരിപാടി, യൂട്യൂബറാ, അപ്പൊ മാസം എത്ര സമ്പാദിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ദീപിച്ചേട്ടൻ നമ്മുടെ പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യൂട്യൂബർ അല്ലേ, അന്നാ പെണ്ണില്ല. രണ്ടാമത്തെ ഞങ്ങൾ എന്നെ പറഞ്ഞ ഈ വിളിച്ചിട്ട് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, അതിന്റെ CEO ആണ് ചെക്കൻ. മാസം 30-40 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാകുന്ന. അപ്പൊ അവര് സംസാരിക്കാൻ അവർക്ക് താല്പര്യം. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. അന്ന് അവിടെ ഫോൺ കട്ടാക്കുക. ഈ യൂട്യൂബർമാർക്കൊന്നും പെണ്ണ് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ സംശയം. ഇപ്പോഴും തന്നെ സർക്കാർ ജോലിക്കും പിന്നെ UK, കാനഡ, അമേരിക്ക ജോലിയുള്ളൂ. അവിടെ നമ്മൾ സിംഗിൾ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും പെണ്ണ് കിട്ടുവാണെങ്കിൽ നമുക്ക് പെണ്ണ് കിട്ടാതെ വരുമ്പോ നമ്മളിങ്ങനെ പറഞ്ഞുണ്ടാക്കുക. സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന സുഖം. ഇതേപോലെ ആയിരുന്നു പണ്ട് കാലത്ത് ദുബായിലുള്ള ആൾക്കാർക്ക് പെണ്ണ് കിട്ടുന്നുണ്ടായിരുന്നു. അതെ, ഇന്ന് ദുബായ് ഉള്ളവർക്ക് പെണ്ണേ കിട്ടൂല. നമ്മുടെ നാട്ടിലെ എല്ലാ കമ്മ്യൂണിറ്റിയിലും പിന്നെ വിവാഹം കഴിക്കാത്ത യുവാക്കൾ വളരെ കൂടുതലാണ്. അപ്പൊ രാമി എനിക്കൊരു ജീവിതം തന്നുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു. ലിബിൻ ആരെയും ഒരു ജീവിതം കൊടുക്കുമായിരുന്നില്ല ലിബിനെ. പല മാട്രിമോണിയിലും ഇട്ടിട്ടിട്ട് ഞങ്ങൾ തഴഞ്ഞു. ഞങ്ങൾ ഇനി ചെയ്യാത്ത ബ്രോക്കർമാർ അതിലും വലിയ കേസ് കേട്ടോ. എന്നാന്നറിയാമോ, അവർക്ക് ആദ്യം പൈസ കൊടുക്കണം, എന്നാലേ അവർ പറയത്തുള്ളൂ. അത് കല്യാണം കഴിഞ്ഞ ടീമിനെ കാണിച്ചു തരും. നമ്മുടെ വീഡിയോ കാണുന്നതിന് നല്ല ബ്രോക്കർമാരുണ്ടായിരുന്നല്ലേ. അല്ല, നല്ല പയ്യൻ, ഒരു ബ്രോക്കർ, നല്ല പയ്യൻ, ഒരു 5-5.5 അടി പൊക്കം. ഇപ്പൊ വണ്ടി ഓടിക്കും, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഒരു ദൂഷ്യം ആകെ ഉണ്ടാകുന്ന ദൂഷ്യം അത് നിർത്തി. സേറ്റ് വലി ഒരു വക്കീല് ഒരു മറ്റേ എന്നോട് പറഞ്ഞ ഒരു ഏജന്റ് പറഞ്ഞേ ശ്രീധരത്തിന്റെ 10% കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു നിങ്ങൾ പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. പെണ്ണെ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. ശരിയാട്ടോ. ഒരു മറ്റേ ഇവരെ കണ്ണൂരുള്ള ഒരു ഏജന്റിനെ, അതായത് കല്യാണ ബ്രോക്കറിനെ കൊണ്ടുതന്നാ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പെണ്ണിനെ കൊണ്ട് നിങ്ങൾ എടുത്തോ, 10% ആക്കണ്ട. അപ്പൊ അവരങ്ങ് പോയി. എന്നോട് വീട്ടുകാർ ബ്രോക്കർ വിളിച്ചു. ബ്രോക്കർ വിളിച്ചാൽ പറഞ്ഞു 3% കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്ത്രീധനം മേടിക്കുന്നില്ല, പിന്നെ എങ്ങനെ കമ്മീഷൻ തരുന്നെന്ന് ചോദിച്ചു. പിന്നെ അയാൾ ഇതുവരെ വിളിച്ചിട്ടില്ല. അല്ല, നമ്മൾ സ്ത്രീധനം വരെ വേണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർക്ക് സ്ത്രീധനം കൊടുത്തേ പറ്റുള്ളൂ. ഇത് വേണ്ടാത്തവർക്കും ഇല്ല. അല്ലേ, ഇത് സ്ത്രീധനം ഇപ്പൊ ഏറ്റവും കൂടുതൽ മേടിക്കാൻ പറയുന്ന ഏജന്റുമാരാ. എന്നാലും അവന്മാർക്ക് 10% ഭയങ്കര താളാ. പക്ഷെ എല്ലാരും കല്യാണം കഴിക്കാൻ നേരത്തെ സ്ത്രീധനം മേടിച്ചൊരിക്കലും കെട്ടരുത് ഇവനെ. ആ സ്ത്രീധനം മേടിക്കുന്നുണ്ടല്ലോ, ഒരിക്കലും മേടിക്കാൻ. എന്താ വെച്ചാൽ നീ വീഡിയോയിൽ എന്നോട് ഇത്ര സ്നേഹമാന്നുള്ള കാണിക്കണ്ട. നീ തൂത്തുന്നൊന്ന് സ്ത്രീധനം മേടിച്ച് ഒരിക്കലും കല്യാണം കഴിക്കില്ല. മറ്റുള്ളവരുടെ സ്ഥലവും വീടും മറ്റുള്ളവരുടെ സ്വർണം കണ്ട് നമ്മൾ എന്റെ അമ്മയ്ക്ക് നമ്മൾ ഈ പോകുന്ന വഴി മൊത്തം ഉണ്ടല്ലോ, എല്ലാ വീടുകളും ഒരു വീട് തേച്ചുണ്ടെന്ന് നോക്കി. ഇതിപ്പോ നമ്മൾ എത്രാമത്തെ ടൗണായി കാണിക്കുന്നത്? എല്ലാ ടൗണുകളിലെ വീടുകൾ. ഇത് ഈ ബീഹാർ, UP, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മുതലായ എല്ലാ സ്ഥലങ്ങളിലെയും
ടൗണുകളിലെ വീടുകൾ ഏകദേശം ടൗണല്ല ഗ്രാമപ്രദേശം എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഞാൻ പണ്ട് ഒരാളോട് ചോദിച്ചു, അതായത് റിലയൻസിന്റെ ഇതില്ലേ റിലയൻസ് സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, അതിന്റെ പുറം മൊത്തം തേക്കാതെ കിടക്കുന്നു. സാധാരണ റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ നല്ല തേച്ചാണ് വൃത്തിയായിട്ടല്ലേ കിടക്കുന്നത്. ഇത് പുതിയത് വരാൻ വേണ്ടി പോകുന്ന സാധനമാണ്. അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവര് പൈസ ഒന്നും കളയൂല, വേണേ എടുക്കുന്ന ആൾക്കാർ തേച്ചോട്ടെ, നമ്മളെന്തിനാ പൈസ കളയുന്ന അവര് ചോദിക്കുന്നത്. ഇതെല്ലാം ചുടുകട്ട കൊണ്ടാണ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സെറ്റപ്പ്. ഇഷ്ടിക ടുക്കൂലേ കട്ടില് വേണമെന്നാ, കട്ടില് ദൈവമേ അവന് സമ്മതിക്കണ്ടേ. ആഹാ വീണ്ടും അടുത്തിട്ടാണ് എത്തിയിട്ട്. ഇവിടെ എല്ലാം തേച്ച വീടുകളാണല്ലോ ചിലത്. ചിലതൊക്കെ നല്ല തേച്ച് വൃത്തിയാക്കി സെറ്റ്. അത് നമ്മുടെ നാട്ടിൽ വിജയാവൂല. നമ്മുടെ നാട്ടിൽ കയറ്റം ഇറക്കമുള്ള പിന്നെ ഭൂപ്രകൃതിയാ. ഇവിടെ എല്ലാം പ്ലെയിനാ. ചേട്ടാ ഇവിടെ എന്ത് വണ്ടി ഇട്ട് ഓടിച്ചാലും ആൾക്കാർ കയറും, നമ്മുടെ ഇവിടെ ആൾക്കാർ കയറില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ സഞ്ചരിച്ച് ബീഹാറിലെ നവാഡ എന്ന് പറഞ്ഞ ടൗണിൽ കൂടി ആയിരുന്നു. ഉത്തരം വരുന്നുണ്ടോ നവാഡ ടൗണ്? ഞാൻ ഉന്നിടാന്ന് കേട്ടിട്ടുണ്ട്, നവാഡാന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നവാഡാന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഉന്നിടാന്ന് നീ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നവാഡയുടെ ഔട്ടറിൽ കൂടെ പോകുന്നത് ഇൻസൈഡ് വലിയ ടൗൺ. എനിക്ക് തോന്നുന്നത് ഇത് ജില്ലയാണോ തോന്നുന്നത് ഇങ്ങനെ. ഇനി പാട്ടിനുണ്ട് ഏതോ ഒരു ചെറിയ മാർക്കറ്റ് ആട്ടോ, ഫുള്ള് ടുക് ടുക്കും പാനിപ്പൂരിയാ. ഈ ടുക്ടുക്കാർക്ക് ശ്രദ്ധിക്കണേ, കണ്ട ഇവർക്കൊന്നും വെളിവില്ലെന്ന് ടുക്ടുക്കാർക്ക്. ചിലരൊക്കെ ഉണ്ടല്ലോ മേക്രോ എന്നൊക്കെ പറഞ്ഞ വണ്ടി എടുക്കും. ഇങ്ങോട്ട് കയറി വരും അവനെ വണ്ടിയല്ലേ. ആന്ന് ഇവര് ചില സമയത്ത് ഇടവും വല്ലതും നോക്കാതെ തന്നെ എടുക്കൂടാ. ആ സമയമൊക്കെ ഇവർക്ക് കിട്ടുന്ന അടി, കാറുകാർ ഇവർക്ക് അടിക്കുന്ന അടി കാണുന്നില്ലായിരുന്നോ. ഫൈനലി ഞങ്ങൾ വണ്ടി നിർത്തി. കൊച്ചിന് പാല്, വണ്ടിയിലേക്ക് പച്ചക്കറി മുതലായ സാധനം. കൊച്ചിന്റെ പാലിന്റെ കുപ്പി അവിടെ അപ്പനോട് പറയണേ, ആരാ വണ്ടി അടിച്ചു? ഞാൻ തെറി പറയാനാന്ന്. അപ്പനോട് പറയാ അറിഞ്ഞു പോലില്ല, നന്നായിട്ട് അങ്ങോട്ട്. ലിവിന്റെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ടോ? കുലുക്കമൊന്നും ഇല്ലായിരുന്നു, അങ്ങോട്ട് ഉറങ്ങി. അപ്പൊ പച്ചക്കറി മേടിക്കുന്ന ഇത് ഈ മുളക് വേണം മേടിച്ചോട്ടോ. കേല വേണം, കേല മേടിച്ചോ. ഏത് ഭാഷയാടാ? കിतना പൈസ? 20 പീസ്. ഇതൊരു മാർക്കറ്റ് ആട്ടോ, അതായത് ഇവിടെ പല സൈസ് സാധനങ്ങൾ കിട്ടും. പിന്നെ പാനിപ്പൂരി. ഇതിപ്പോ ഇവന് മേടിച്ചാ എന്ത് ചെയ്യാ? കിട്ടിയോ? നൂഡിൽസ് കിട്ടിയിട്ടില്ല, തല്ലി കിട്ടി കൊച്ചിന്റെ അടുത്തുനിന്ന്. ഇത് കണ്ടപ്പോ ഭയങ്കര കാർച്ചയായിരുന്നു. സോസ് നോക്കണ്ട, സോസ് നെയ് ചായേ. പറഞ്ഞില്ലേ ഒന്ന് സാധനം ഒന്നും ഉണ്ടെന്ന്. ലോക്കൽ ബേക്കറി ആട്ടോ. ഇവിടുത്തെ സമൂസ, ജിലേബി, രസഗുള അത്യാവശ്യം ഉള്ളടി. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ടിഷ്യൂ വേണ്ട വണ്ടിയിലേക്ക് അല്ലേ? കാര്യം മനസ്സിലായി. ഇവൻ കിടന്ന് കരയുന്നത് എന്തിനാന്ന്. അവിടെ ഒരു കളിപ്പാട്ടം കണ്ടു. എങ്ങനെ കണ്ടു? ബോള് കണ്ടു കേട്ടാ. ബോളും മേടിച്ചു. 20 രൂപയ്ക്ക് ബാറ്റും ബോളും. എന്നാ എടുത്ത് കളഞ്ഞോ? കരച്ചിലോട് കരച്ചില. ചേച്ചി ഒരു ബോൾ ഇങ്ങോട്ട്. കൊച്ചിന് കിട്ടി കഴിഞ്ഞുള്ള സമാധാനമായ അല്ലല്ലേ പിടിച്ചു പിന്നെ അഭിമാനിയാ. എന്ത് രസമുള്ള ഒരു ഫ്രെയിമാന്ന് നോക്കിയേ. ചുറ്റും നെൽപ്പാടം, അതിന്റെ തൊട്ട് അങ്ങേയറ്റം മൊത്തം കരിമ്പന, അതിന്റെ മേളിൽ മൊത്തം മല. അങ്ങനെ ഒരു വ്യത്യസ്തത നിറഞ്ഞ അതിമനോഹരമായ ഒരു കാഴ്ച. അതിന്റെ മേളിൽ നല്ല ഹൈവേ, അതിന്റെ മേളിൽ നല്ല പാലം അല്ലേ. എന്ത് രസം. ചേട്ടന്മാരെ ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നു നോക്കിയേ. നിങ്ങളുടെ കൂട്ടത്തിലെ മെയിൻ ആളാട്ടാ. ബാറ്റൊക്കെ പിടിച്ചിറങ്ങുവാ ടെൻഡോക്കർ. തലമൂത്ത ആൾ ടെൻഡോക്കർ ഇറങ്ങി. ആണുങ്ങളെല്ലാം ഫ്രണ്ടിൽ കയറി ഇരുന്നില്ലേ, അപ്പൊ അവനും പൗരുഷനാണ് തെളിയിച്ചു, അവനും ഫ്രണ്ടിൽ കയറി ഇരുന്നു. ഇതേ നമുക്ക് ഹൈവേ കൂടി ആയിരുന്നു ഇത്ര നേരം വരെ. നമുക്കിപ്പോൾ ഹൈവേന്ന് നമ്മളെ ഗൂഗിൾ മാപ്പ് മാറ്റി വിട്ടു. ഈ ലോക്കൽ വഴിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെയാവും എന്താവും എന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ആ റൂട്ടിൽ കയറിയാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തുള്ളൂ. ഒരു ഓട്ടോയിൽ എത്ര പേരാ? ഇനിയും ബേക്ക് സീറ്റ് കാലിയാ. ബാക്കിയാ റഫായിട്ട് എണ്ണീട്ട് 7 പേരായി. ഫ്രണ്ടിൽ 2 പേരും കൂടി ഉണ്ട്. അപ്പൊ ചപ്പൊക്കെ പറിച്ച് വിൽക്കുന്നുണ്ട്. നമുക്കും കുറച്ച് ചപ്പ് കുറച്ചോടെ വിറ്റാലോ? ബ്ലോക്കായി. ട്രെയിലറാ ബ്ലോക്ക് ആക്കിയാ. നമുക്ക് ഈ റൂട്ടാട്ടോടാ. ഒരു ഫാമിലി മൊത്തം ഇവനെ ടുട്ടുവിനകത്ത് പോകുന്ന ടുട്ടു അല്ലല്ലോ, ഇവനെ ടുക്ടുക്ക് ഇലക്ട്രിക്കൽ റിക്ഷയാണ്. ഇതിന് പ്രത്യേകത ഇത് ലോഡ് കേൾക്കുന്ന ടുട്ടുട്ടാ. ഇത് റെന്റിനൊക്കെ കിട്ടൂടാ. ഡൽഹിയിലൊക്കെ നമ്മളന്ന് പോയി പാർക്കിംഗ് കിടന്നപ്പോഴേ അവിടെയൊക്കെ അവർ ഏറ്റവും കൂടുതൽ റെന്റിനെടുത്താ വണ്ടി ഓടിക്കുന്ന ആർക്ക് ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഇവനെ. അപ്പൊ ആർക്കും എപ്പോഴും എടുത്ത് ഓടിക്കാതെ. ബൈക്കുകാരെ നോക്കിയാ ചെവി ഫോൺ കണ്ടോ, ഒറ്റ കൈ വണ്ടി ഓടിയില്, ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. പുള്ളിക്കാരനൊക്കെയാണ് റോഡ് ഭരിക്കുന്നത് അല്ലേ ഇവനെ. പുള്ളിക്കാരൻ മിണ്ടാൻ പറ്റുള്ളൂ ഇവന്.
കാരണം മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസേ ആ. ഞാൻ വണ്ടി തിരിക്കുക ആ. ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട് ആ. എന്റെ അപ്പുറത്തെ തോപ്രാംകുടിയിലെ പറമ്പിൽ കൂടെ വന്നിട്ട് ഇടവഴി കൂടെയാണ് നമ്മുടെ സഞ്ചാരം. ഒരു പമ്പ് കിട്ടിയാലേ വണ്ടി നിർത്താൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ഇത് മതി, നമുക്ക് ഇന്ന് വണ്ടി നിർത്താം. അതിന് പമ്പ് കിട്ടണം. അങ്ങോട്ട് നോക്കി ഇങ്ങനെ നീളത്തിൽ കിടക്കുമല്ലേ പമ്പ് കിട്ടും. പിന്നെ വേറൊരു സംസ്ഥാനം പോലെയല്ല, ഇത് ബീഹാറാണേ. മര്യാദയ്ക്ക് നോക്കി കിടന്നില്ലല്ലോ, ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവൂല്ലോ. പിന്നെ അതായത് ഏറ്റവും കൂടുതൽ കള്ളന്മാര് ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ ബീഹാർ. നമ്മൾ സൂക്ഷിച്ചും കണ്ടിയൊക്കെ വണ്ടി നിർത്തണം. മനസ്സിലായോ പുറേ കണ്ടിട്ട്? നോക്കൂ, ഫൈനലി നമ്മൾ വണ്ടി ഒതുക്കി. ഈ കാണുന്ന പെട്രോൾ പമ്പിനോട് ചേർന്നാണ് നമ്മൾ വണ്ടി ഒതുക്കിയത്. ഈ പെട്രോൾ പമ്പിലാണ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതെ, അതേപോലെ നമുക്ക് രാവിലെ തന്നെ നമുക്ക് ഏറ്റു പോകാനും പറ്റും. യെസ്, ഈ രാവിലെ ഈ വണ്ടി എടുക്കാൻ എന്തായാലും നമ്മൾ വിളിക്കും. അതെ. ഈ നമ്മൾ ഇട്ട സ്ഥലം നോക്കിയേ, ഇട്ട സ്ഥലം കണ്ടോ? അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. നോക്കൂ, ഇവിടെ നിൽക്കുന്ന ഒരു പുള്ളിക്കാരോട് ഞങ്ങൾ വെറുതെ പെർമിഷൻ ചോദിച്ചു. അവന് സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഈ കാണുന്ന ദുഃഖാനാണ്, അതിനോട് ചേർന്നാണ് ഞങ്ങൾ വാഹനം ഇട്ടത്. ഇനിയിപ്പം ഇവിടെ കിടന്നുറങ്ങാലടാ. നമുക്ക് ഇവിടെ കിടന്നിട്ട് നമുക്ക് നാളെ രാവിലെ പോയാൽ പറയും. വണ്ടി നിർത്തി സർക്കസ് തുടങ്ങിട്ടോ. നോക്കിയേ, ഇതെന്നെ കാണിക്കുന്ന മൈക്കിളെ നോക്കുന്നത് ദീപിച്ചനോട് ചീട്ട് തപ്പു കേട്ടോ. എന്തൊരു ഉത്തരവാദിത്തത്തോടു കൂടിയാ പുള്ളി തപ്പുന്നതെന്ന് നോക്കി. അമ്പാ, ഞങ്ങളൊരു ചീട്ട് കളിക്കാൻ പോവാണ്. മൈക്കിളുടെ ഗുസ്തിയാണ്. ആ ആ പറഞ്ഞേ, ആ പറഞ്ഞേ, ആ പറഞ്ഞേ. ശരിക്കും പ്രവർത്തിച്ചില്ല. നമ്മൾ 4-5 ദിവസമായിട്ടോ ചീട്ടിട്ടിട്ട്. അമിത്ര വേണോളാ ചീട്ട? വേണോ? ഞങ്ങളുടെ ഇരയാൻ വേണ്ടിയുള്ള, അതുകൊണ്ട് ചോദിക്കുക. എപ്പോഴും കഴുത ദീപിച്ചേട്ടനാണ്. ഇവിടെ 1.5 മണിക്കൂർ ഏത് ഭക്ഷണം രാത്രി വെക്കണം എന്നുള്ള ചർച്ചയാണ്. കഴിച്ചിട്ട് നോക്കിയിട്ട് പുട്ട് വേണോ പഴം വേണോ? ഞങ്ങൾക്ക് ചോറ് മതി. ചോറ് വേണോ? നിങ്ങൾക്ക് ചോറ് തരാം. ഞങ്ങളുടെ ചീട്ടുകൾ മുറുകി ആദ്യം തന്നെ ആസിന് വെട്ടി കിട്ടിയതായിരിക്കും നമുക്ക്. ഗൈസ്, നമ്മൾ ഈ വണ്ടി ഒതുക്കാൻ സ്ഥലമേ ഇവിടുത്തെ ലോക്കൽ ബസ്സുകാർ ബസ് ഒതുക്കുന്ന പമ്പാട്ടോ. ഇവിടെ വണ്ടി വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. ഞങ്ങളിവിടെ ഒതുക്കി, ബാക്കി ഓരോന്നായിട്ട് ഒരു ഇനിയും കണ്ടമാനം വണ്ടി വരാനുണ്ടെന്നാണ് പമ്പിലെ പുള്ളി പറഞ്ഞത്. ഇത് 24 മണിക്കൂർ പമ്പാട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ വണ്ടി ഒതുക്കി കിടക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കൊച്ചിനുള്ള പാലും സംഭവങ്ങളും പിന്നെ ഭക്ഷണം കഴിച്ചുള്ള പാത്രങ്ങളും സാധനങ്ങളൊക്കെ റെഡിയാക്കുവാണ്. മൈക്കിൾ ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇതാ വീണ്ടും ഇവിടെ സർക്കസും പരിപാടി. ആയിക്കോട്ടെ വന്നു, ഉറങ്ങിയിട്ടില്ല. അമ്മ വെട്ടു. ദീപിച്ചേട്ടന് ഈ കാഴ്ചയെല്ലാം കണ്ട് ഇവിടെ ഇരിക്കുന്നു. പപ്പ ഇവിടെ കിടന്നു കേട്ടോ. പപ്പ ഉറങ്ങി. പപ്പയ്ക്ക് ഭയങ്കര ചൂടാന്നാ പറഞ്ഞത്. മാറിയോ പപ്പ? ഉറങ്ങി. അമിത് കിടന്നു. നമ്മളിനി കുറച്ച് പേരും കൂടെ കിടക്കാനുള്ളൂ. കിടന്നേക്കാം. അപ്പൊ നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നാളെ ഒരു ബീഹാർ ഗ്രാമം കാണാം. അതേപോലെ തന്നെ അഭിരാമി ഞങ്ങൾ അതിജീവിക്കും. ഉടുക്കത്തെ ചൂടാട്ടോ. ചൂട് ഇവിടെ ആരാ പറഞ്ഞു? വെള്ളപ്പൊക്കം. അതെ, ചൂടോട് ചൂടാട്ടോ.